ചറപ്പറ ആൾക്കാർ വന്നിക്കണില്ലേ, ട്രാവലറിലൊക്കെ ആൾക്കാർ വന്നിക്കണേ. പക്ഷെ എന്താ കാര്യം, പൂവൊക്കെ കൊഴിഞ്ഞു പോയി. ആ ട്രാവലിന്റെ പൈസ അതും പോയി. മക്കളെ നീലക്കുറിഞ്ഞി കാണാൻ ആരും വരണ്ട, പൂവ കൊഴിഞ്ഞു പോയിക്കണേ. എന്തു വിധി ഇത്, വല്ലാത്ത ചതി ഇത്. നമ്മളെ നീലക്കുറിഞ്ഞിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് കമൻറ്റ് ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എവിടെയാണ് സ്പേസ്, എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ നമ്മളെ മെസ്സേജ് അയച്ചപ്പം അവർക്ക് നമ്മൾ കുറേ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ കുറേ ആൾക്കാർ ലേറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇങ്ങോട്ട് നീലക്കുറിഞ്ഞി കാണാൻ വന്ന നമ്മളാ ഒരു എക്സ്പെക്റ്റേഷൻ ശരിക്കും നഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ പൂവുകളൊക്കെ ഏകദേശമൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, പൂ വാടി തുടങ്ങി, ആ ഫില്ലിംഗ് ഒക്കെ പോയി, ആ മനോഹരമായിട്ട് ഇങ്ങനെ നീല കളറായിട്ട് നിൽക്കുന്ന ആ ഒരു ഫീലൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടോ. ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച എവിടെയാണുള്ളത്, ഇവിടെ ഒരു ഉത്സവം പോലെ ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി വലിയ എക്സ്പെക്റ്റേഷനിലൊന്നും ആരും നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടിയിട്ട് നാടുകാണിയിലേക്ക് വരണ്ട. നാടുകാണിത്തെ അവസ്ഥയാണിത്. ഇനിയിപ്പം എല്ലമലയൊക്കെ എന്താണെന്ന് അറിയില്ല. ഇത് ഏകദേശം ഒരു മാസമൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, വലിയ എക്സ്പെക്റ്റേഷനിലൊന്നും ആരും വരണ്ട. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ സൺഡേ ഇവിടുത്തെ ഒരു അവസ്ഥ ഞാനിതിൽ കാണിക്കട്ടോ. ചറപ്പറ ആൾക്കാർ വന്നിക്കണില്ലേ, ട്രാവലറിലൊക്കെ ആൾക്കാർ വന്നിക്കണേ. പക്ഷെ എന്താ കാര്യം, പൂവൊക്കെ കൊഴിഞ്ഞു പോയി. ആ ട്രാവലിന്റെ പൈസ അതും പോയി. ആസൈ പുണ്ണടൈ മൂഞ്ചി 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 മൂഞ്ചി